നമസ്കാരം. ഞാൻ അജയ് കുമാർ കരിവള്ളൂർ, സീനിയർ ഡെൻ്റൽ ഹൈജീനിസ്റ്റ്, ആരോഗ്യവകുപ്പ്. ഇന്ന് കുട്ടികളിലെ ദന്തസംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ദന്തപരിപാലനത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. മനുഷ്യ കുലത്തെ സംബന്ധിച്ച് ദന്തസംരക്ഷണം പരമപ്രധാനമാണ്. നമ്മുടെ പൊതു ആരോഗ്യം ശരിയായ അളവിൽ നിലനിർത്തണമെങ്കിൽ ദന്താരോഗ്യവും മികച്ച രീതിയിൽ നിലനിർത്തേണ്ടതാണ്. ഒരമ്മയുടെ ഗർഭാവസ്ഥയിൽ 6 ആഴ്ചക്കകം തന്നെ ഭ്രൂണത്തിൽ പല്ലുകളുടെ രൂപാന്തരവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് നല്ല പല്ലുണ്ടാവണമെങ്കിൽ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗർഭാവസ്ഥയിൽ അമ്മമാർ നല്ല കാൽഷ്യവും ഫോസ്ഫറസൊക്കെ അടങ്ങിയ ഭക്ഷണം അവരുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. കുട്ടി ജനിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ജനിക്കുമ്പോൾ വായിൽ കാണപ്പെടാത്തൊരവയവമാണ് പല്ലുകൾ. പക്ഷേ മോണയുടെ അകത്തായി പല്ലുകളുടെ രൂപാന്തരം നടക്കുന്നുണ്ട്. 6 മാസത്തിലാണ് താഴെ നിരയിലുള്ള 2 പാൽപ്പല്ലുകൾ കിളിർത്തു വരുന്നത്. കുട്ടികളെ പല്ലുകളെ നാം പൊതുവെ പാൽപ്പല്ലുകൾ അഥവാ മിൽക്ക് ടീത്ത് എന്നാണ് പറയാറ്. നല്ല വെളുത്ത നിറമായിരിക്കും ഈ പല്ലുകൾക്ക്. കുട്ടികളിൽ 20 പാൽപ്പല്ലുകളാണ് കാണപ്പെടുന്നത്. കുട്ടികളിലെ ദന്തപരിപാലനം എപ്പോൾ തുടങ്ങണമെന്ന് ചോദിച്ചാൽ, കുട്ടി ജനിച്ച ഉടനെ, അമ്മിഞ്ഞപ്പാൽ കൊടുത്ത ഉടനെ തന്നെ ദന്തപരിപാലനത്തിൻ്റെ കാര്യം കൂടി അമ്മമാർ ശ്രദ്ധിക്കണം. അമ്മിഞ്ഞപ്പാൽ കൊടുത്ത ശേഷം മോണ നല്ല വൃത്തിയുള്ള തുണിയോ കോട്ടനോ ഉപയോഗിച്ച്, നനഞ്ഞ തുണിയോ കോട്ടനോ ഉപയോഗിച്ച് മോണ മുഴുവൻ തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടി രാവിലെയും രാത്രിയും പ്രത്യേകം അമ്മമാർ ശ്രദ്ധിക്കണം. കുട്ടികളിൽ ബ്രഷിംഗ് എപ്പോൾ തുടങ്ങണമെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ പാൽപ്പല്ലുകൾ കിളിർത്ത് വന്ന മുതൽ ബ്രഷിംഗ് ആരംഭിക്കാം. അമ്മമാർക്ക് കൈവിരലിടാവുന്ന ഫിംഗർ ടൂത്ത് ബ്രഷുകൾ ഇന്ന് വിപണിയിൽ സുലഭമാണ്. ഈ ഫിംഗർ ബ്രഷുകൾ ഉപയോഗിച്ച് 6 മാസം ആദ്യത്തെ പല്ല് കിളിർത്ത് വന്ന മുതൽ ആ പല്ലുകൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കറിയാം, 6 മാസം മുതൽ തുടർന്ന് അങ്ങോട്ട് 3 വയസ്സ് ആവുന്നത് വരെയാണ്, 2.5-3 വയസ്സാകുന്നത് വരെ 20 പാൽപ്പല്ലുകളും കുട്ടിയിൽ രൂപാന്തരം നടക്കുന്നുണ്ട്. 20 മുഴുവനായും പുറത്തു വരുന്നു. അപ്പോൾ 20 പാൽപ്പല്ലുകളെ നമുക്ക് പിന്നീട് സ്ഥിരദന്തങ്ങളാണ് ഓരോ ഘട്ടത്തിലും വരുന്നത്. അതുവരെ നമുക്ക് സംരക്ഷിച്ച് നിർത്തേണ്ടത്. പലർക്കും തെറ്റിദ്ധാരണയുണ്ട്, പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോകേണ്ട പല്ലുകളാണ്, അല്ലെങ്കിൽ പാൽപ്പല്ലുകൾക്ക് ശേഷം സ്ഥിരദന്തങ്ങൾ വരാറുണ്ട് എന്ന തെറ്റിദ്ധാരണയിൽ പലപ്പോഴും പാൽപ്പല്ലുകൾക്ക് വേണ്ട ശ്രദ്ധയോ പരിചരണമോ നാം ആരും കൊടുക്കാറില്ല. എന്നാൽ പാൽപ്പല്ലുകൾക്ക് നല്ല ശ്രദ്ധയും പരിചരണവും കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് രക്ഷിതാക്കൾ, അച്ഛനും അമ്മയും ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 മാസത്തിൽ ആദ്യത്തെ പാൽപ്പല്ലുകൾ വന്ന ഉടനെ തന്നെ ഫിംഗർ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കണം. കുട്ടിക്ക് തുപ്പാൻ തുടങ്ങുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു 2 വയസ്സാകുമ്പോഴാണ്. നമ്മൾ പറഞ്ഞനുസരിക്കുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് 2 വയസ്സ്. കുട്ടികൾ നമ്മൾ പറഞ്ഞനുസരിക്കുന്ന ഒരു പ്രായം അതാണ്. അതുകൊണ്ട് തന്നെ 2 വയസ്സാകുമ്പോൾ തന്നെ ബ്രഷിംഗ് രീതി കുട്ടികളിൽ പരിപാലിക്കുന്നത് നന്നായിരിക്കും. അച്ഛനും അമ്മയും ബ്രഷ് ചെയ്യുന്നതിൻ്റെ കൂടെ, ഇപ്പോൾ അണുകുടുംബമാണ് പൊതുവേ ഉള്ളത്, തീർച്ചയായിട്ടും അച്ഛനും അമ്മയും ബ്രഷ് ചെയ്യുന്നതിൻ്റെ കൂടെ കുട്ടിയെയും കൂടി ഉൾപ്പെടുത്താൻ, രാവിലെയും രാത്രിയിലും കുട്ടിയെ കൂടി ഈ ബ്രഷിംഗ് രീതി പരിശീലിപ്പിച്ചുകൊണ്ട് അവരെ ബ്രഷിങ്ങിലേക്ക് ആകർഷകരാക്കാൻ നാം ശ്രദ്ധിക്കണം. 6-7 വയസ്സ് വരെ ബ്രഷിങ്ങിൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ കുട്ടികളുടെ കൂടെ അച്ഛനും അമ്മയും പ്രത്യേക ഒരു കെയർ കൊടുക്കുന്നതിന് ശ്രദ്ധിക്കണം. ബ്രഷിങ് ചെയ്യുമ്പോൾ നമുക്ക് അധിക സമയം വേണ്ട, ഒരു 3 മിനിറ്റ് സമയം മാത്രം മതി. കുട്ടികൾ പീഡിയാട്രിക് ബ്രഷുകൾ ഇന്ന് വിപണിയിൽ സുലഭമാണ്. കുട്ടികളിൽ ബ്രഷിംഗ് രീതി എന്ന് പറയുന്നത് ബ്രഷിൻ്റെ ബ്രിസിൽസ് വൃത്താകൃതിയിൽ ചലിപ്പിക്കുക എന്നാണ്. ബ്രഷിങ്ങിന് 3 മിനിറ്റ് മാത്രം സമയം മതി. ബ്രഷിൻ്റെ ബ്രിസിൽസ് നമുക്കറിയാം, വളരെ കുറച്ച് പേസ്റ്റ് മാത്രം. പീഡിയാട്രിക് ടൂത്ത് പേസ്റ്റുകളും വിപണിയിൽ സുലഭമാണ്. പീഡിയാട്രിക് ബ്രഷുകളും വിപണിയിൽ സുലഭമാണ്. പലപ്പോഴും കുട്ടികൾക്കൊരു ഭയം, ബ്രഷിങ്ങിനെ ആദ്യം സമീപിക്കുന്ന ഭയത്തോടെയാണ് നമ്മുടെ കുട്ടികൾ സമീപിക്കുന്നത്. കാർട്ടൂണിൻ്റെ കൈപ്പിടി കഥാപാത്രങ്ങളൊക്കെ ഉള്ള ബ്രഷുകൾ ഇന്ന് വിപണിയിൽ സുലഭമാണ്. അത് ഉപയോഗിച്ച് അവരെ ബ്രഷിങ്ങിലേക്ക് നമുക്ക് ആകർഷകരാക്കാൻ പറ്റും. ചിലപ്പോൾ മുതിർന്നവർ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ നീറ്റലും ഒക്കെ കൊണ്ട് കുട്ടികൾ ബ്രഷിങ്ങിൽ നിന്ന് വിമുഖത കാണിക്കാറുണ്ട്. അതുകൊണ്ട് ചോക്ലേറ്റിൻ്റെയൊക്കെ ടേസ്റ്റുള്ള പീഡിയാട്രിക് ടൂത്ത് പേസ്റ്റുകളും ഇന്ന് വിപണിയിൽ സുലഭമാണ്. ഇത്തരം പേസ്റ്റുകൾ ഉപയോഗിച്ച് കുട്ടികളെ ബ്രഷിങ്ങിലേക്ക് നമുക്ക് ആകർഷകരാക്കാൻ വേണ്ടി സാധിക്കും. ബ്രഷിങ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്പം പേസ്റ്റ് ബ്രഷിൻ്റെ ബ്രിസിൽസിലേക്ക് അമർത്തി വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ബ്രിസിൽസ് ഒന്ന് വൃത്താകൃതിയിൽ ചലിപ്പിക്കുക. പക്ഷേ വായുടെ എല്ലാ ഭാഗത്തും ബ്രഷിൻ്റെ ബ്രിസിൽസ് എത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. ബ്രഷിങ്ങിന് ശേഷം വായ നല്ല വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാനും മോണ കൈവിരൽ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്.
അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ ഒന്നുകൂടെ പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ ദന്തപരിപാലനത്തിലും ദന്ത സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും മാതാപിതാക്കൾ നല്ല ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്.